നമസ്കാരം, രമ്യാസ് മാത്സ് കോർണറിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്പർ മേക്കിംഗ് ആണ് ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ കുറച്ച് നമ്പേഴ്സ് നമ്മുടെ കയ്യിൽ തരും. ആ ഡിജിറ്റ്സ് ഉപയോഗിച്ചിട്ട് ഫോം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഗ്രേറ്റസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും ഫോം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഫോം ചെയ്യാനുള്ളത് 4 ഡിജിറ്റ് നമ്പറാണ്. 4 ഡിജിറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. നോക്കിക്കേ, use the given digits without repetition and make the greatest and smallest 4 digit number. 4 ഡിജിറ്റ്സ് തന്നിട്ടുണ്ട്. ഈ 4 ഡിജിറ്റ്സും യൂസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ നമ്പറും ഏറ്റവും ചെറിയ നമ്പറും എത്രയാണ്? 4 ഡിജിറ്റ് നമ്പേഴ്സ് തന്നെയാണ്. അപ്പോൾ തന്നിരിക്കുന്നത് 4 ഡിജിറ്റാണ്. ആ 4 ഡിജിറ്റ്സും അറേഞ്ച് ചെയ്തിട്ട് ഗ്രേറ്റസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും ഫോം ചെയ്യാണ്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? നമുക്ക് നല്ല ഇഷ്ടമാണല്ലോ ഈ സെക്ഷൻ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കേ, 2, 8, 7, 4 ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡിജിറ്റ്സ്. 2, 8, 7, 4 ഈ 4 ഡിജിറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ 4 ഡിജിറ്റ്സ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ എങ്ങനെയായിരിക്കും? ഏറ്റവും ചെറിയ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും ചെറിയ ഡിജിറ്റിൽ നിന്ന് അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് ഏറ്റവും ചെറിയ ഡിജിറ്റ് ഏതാണ്? 2 ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഡിജിറ്റ് ആരായിരിക്കും? 2. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിൽ ഏറ്റവും ചെറുത് ആരാണ്? 4. അപ്പോൾ അടുത്ത് വരുന്ന ഡിജിറ്റ് 4. ദെൻ ഇനി ആരാ അതിൽ ഏറ്റവും ചെറുത്? 7. ഓക്കെ, 7 നെക്സ്റ്റ് പ്ലേസിൽ 7 വന്നു. ഇനി ആരാ ഉള്ളത്? ഒരാളും കൂടെ ഉള്ളൂ. ആരാണ്? 8. ഇപ്പൊ നോക്കിക്കേ, നമ്മുടെ നമ്പർ എങ്ങനെയായിന്ന്? 2, 4, 7, 8 വിച്ച് മീൻസ് ഇത് എങ്ങനെയാണ് വായിക്കുന്നത്? 2478 is the smallest number. 2478 is the smallest number. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഏറ്റവും ഗ്രേറ്റസ്റ്റ് നമ്പർ എങ്ങനെയായിരിക്കും ഉണ്ടാക്കിയെടുക്കുന്നത്? സ്മോളസ്റ്റ് നമ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ചെറിയ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ്? വലിയ നമ്പർ വീതം നമ്മൾ ആദ്യം എടുക്കണം അല്ലേ? അപ്പോൾ നമ്മുടെ നമ്പർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? ഏറ്റവും ലാർജ് ഡിജിറ്റ് ആരാണ്? 8. ദാറ്റ് ഈസ് 8ൽ സ്റ്റാർട്ട് ചെയ്യും. ദെൻ നെക്സ്റ്റ് വലിയ ഡിജിറ്റ് ഏതാണ് ഇതിൽ? 7. ഓക്കെ, 8 കഴിഞ്ഞു, 7 കഴിഞ്ഞു. ഇനി അടുത്ത് ആരാ വരാവുന്നത്? 4. ദെൻ ലാസ്റ്റ് നമ്പർ ആരാണ്? 2 അല്ലേ? ഓക്കെ, ഇനി ആ നമ്പർ ഒന്ന് വായിച്ചു നോക്കിക്കേ. എങ്ങനെയാണ് നമ്മുടെ നമ്പർ വരുന്നത്? 8, 7, 4, 2. ദാറ്റ് മീൻസ് 8742 ഈസ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ അല്ലേ? 8742 is the greatest number which can be made using the digits 2, 8, 7 and 4. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാമല്ലോ. ഏതൊക്കെ ഡിജിറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കേണ്ടത്? 4, 7, 5 and 0 ഇത് യൂസ് ചെയ്തിട്ടാണ് നമുക്കിനി ഗ്രേറ്റസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും ഉണ്ടാക്കേണ്ടത്. സ്റ്റാർട്ട് ചെയ്താലോ നമ്പർ മേക്ക് ചെയ്യാൻ? 4, 7, 5, 0 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏറ്റവും ചെറിയ നമ്പർ ഇതിൽ ആരാണ്? 0 അല്ലേ? അപ്പോൾ ഞാൻ 0 എടുത്തിട്ട് ആദ്യം വെക്കുന്നു. ഓക്കെ, 0 ഫസ്റ്റ് വെച്ചു. ഇനി ഏറ്റവും ചെറുത് ആരാണ്? 4. ഓക്കെ, അവർ സെക്കൻഡ് ഡിജിറ്റ് ഈസ് 4. അപ്പോൾ 4ഉം വെച്ചു. ഇനി ആരുണ്ട്? 5 അല്ലേ? അപ്പോൾ നെക്സ്റ്റ് നമ്പർ 5. ദെൻ അവർ ലാസ്റ്റ് ഡിജിറ്റ് ഏതാണ്? ഏറ്റവും വലുത് ആരാണ് ഇതിൽ? 7ഉം വെച്ചു. നോക്കിക്കേ, എൻ്റെ 4 ഡിജിറ്റ് നമ്പർ ആയോ എന്ന് നോക്കിക്കേ. 0, 4, 5, 7 4 ഡിജിറ്റ് ഞാൻ പ്ലേസ് ചെയ്തു. ഈ നമ്പർ 4 ഡിജിറ്റ് നമ്പർ ആണോ 3 ഡിജിറ്റ് നമ്പർ ആണോ? സ്റ്റാർട്ട് ചെയ്യുന്നത് ആരെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്? 0യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പറിൽ നമ്മൾ 0 എണ്ണാവോ? എണ്ണി പറയുമോ നമ്മൾ? ഇല്ല, 0 പറയാണ്ട് ബാക്കി നമ്പർ വായിക്കും അല്ലേ? അപ്പോൾ ഈ നമ്പറിനെ എങ്ങനെയാണ് നമ്മൾ വായിക്കുക? 457 എന്ന് വായിക്കും. എനിക്ക് മേക്ക് ചെയ്യാനുള്ളത് എത്ര ഡിജിറ്റുള്ള നമ്പറാണ്? 4 ഡിജിറ്റ് നമ്പറാണ് മേക്ക് ചെയ്യാനുള്ളത് അല്ലേ? അപ്പോൾ ഇത് 4 ഡിജിറ്റ് നമ്പർ ആണോ 3 ഡിജിറ്റ് നമ്പർ ആണോ? 3 ഡിജിറ്റ് നമ്പർ. അപ്പോൾ എവിടെയാണ് മിസ്റ്റേക്ക് വന്നത്? 4 ഡിജിറ്റ് ഞാൻ വെച്ചു അല്ലേ? പിന്നെ എങ്ങനെയാണ് തെറ്റിപ്പോയത്? ഇവിടെ 0 വന്നതുകൊണ്ട് അല്ലേ? അപ്പോൾ ആദ്യം 0 വരാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ആ 0 ഞാൻ രണ്ടാമത് എടുത്ത് കൊടുക്കുന്നു. എന്താണ്? ഈ 2 പ്ലേസും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതിയല്ലോ. അപ്പോൾ 4നെ ഇവിടെ നിന്ന് എടുക്കുക, 0 എടുക്കുക, 0 ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുക, ദെൻ 4 നമുക്കിവിടെ വയ്ക്കാം അല്ലേ?
ഓക്കെ, ഇനി നോക്കിക്കേ 4 ഡിജിറ്റ് നമ്പർ ആയോ എന്ന് നോക്കിക്കേ. ആയി അല്ലേ? ഏതാ നമ്മുടെ 4 ഡിജിറ്റ് നമ്പർ? 4057. എങ്ങനെയാ വായിക്കുന്നത്? 4057. എങ്ങനെയാ വായിക്കുന്നത്? സ്മോളസ്റ്റ് നമ്പർ 4057 ഇസ് ദ സ്മോളസ്റ്റ് നമ്പർ. ഇനി ഗ്രേറ്റസ്റ്റ് നമ്പർ ഉണ്ടാക്കാൻ എങ്ങനെയാണ്? നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക അല്ലേ? എങ്ങനെയാ വരിക? ആദ്യം ആരെ എടുക്കേണ്ടത്? 7. നെക്സ്റ്റ് ഡിജിറ്റ് 5. പിന്നെയോ 0. അടുത്ത് എന്താ ചെയ്യുക? 4. ഇങ്ങനെയാണോ വെക്കേണ്ടത്? 7, 5. പിന്നെ ആരാ ചെറുത്? 0ക്ക് മുന്നേ ഒരാളും കൂടെ ഉണ്ടല്ലോ. ആരായിരുന്നു? നമ്മുടെ 4 അല്ലേ? അപ്പോൾ 4 0. ഇനി ഒന്ന് നോക്കിക്കേ നമ്മുടെ നമ്പർ 7540. 7540. 7540 is the greatest number which can be made from the digit 4, 7, 5 and 0. അപ്പോൾ greatest number 7540. കണ്ടോ? ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസെൻഡിങ് ഓർഡർ തന്നെയാണ് അല്ലേ? ഏറ്റവും വലുത്, പിന്നെ ചെറിയ 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 നമ്പറിലോട്ട് പോവും. സ്മോളസ്റ്റ് എഴുതാൻ നേരത്ത് 0 വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ എന്താണ് സ്മോളസ്റ്റിൽ നിന്ന് ബിഗ്ഗസ്റ്റിലോട്ട് അറേഞ്ച് ചെയ്തിട്ട് ആദ്യത്തെ 2 പേരെ ഒന്ന് ഇന്റർചേഞ്ച് ചെയ്തത്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. 1, 7, 6 and 2. ഗ്രേറ്റസ്റ്റ് സ്മോളസ്റ്റ് ഈസി ആയിട്ട് ഉണ്ടാക്കാമല്ലോ. ഏതാ നമ്മുടെ സ്മോളസ്റ്റ് നമ്പർ? വിച്ച് വൺ ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ? 1, then 2, 6, 7. 6, 7. 1267. Then which one is the greatest number? ഗ്രേറ്റസ്റ്റിൽ നിന്ന് സ്മോളസ്റ്റിലോട്ട് അറേഞ്ച് ചെയ്താൽ മതിയല്ലോ. 7, 6, 2, 1. 7, 6, 2, 1. 7621 is the ഗ്രേറ്റസ്റ്റ് നമ്പർ. അപ്പോൾ നമുക്ക് 4 ഡിജിറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. ആ 4 ഡിജിറ്റ് വെച്ചിട്ട് നമുക്ക് എന്തുണ്ടാക്കണമായിരുന്നു? 4 ഡിജിറ്റ് നമ്പർ മേക്ക് ചെയ്യുക. അതിൽ ഗ്രേറ്റസ്റ്റ് 4 ഡിജിറ്റ് നമ്പറും സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പറുമാണ് നമുക്ക് എഴുതേണ്ടിയിരുന്നത് അല്ലേ? ദിസ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കിക്കേ. വിത്തൗട്ട് റെപ്പറ്റീഷൻ. ഡിജിറ്റ്സ് വിത്തൗട്ട് റെപ്പറ്റീഷൻ. ഒരു ഡിജിറ്റ് പോലും എന്ത് ചെയ്യാൻ പാടില്ല? റിപ്പീറ്റ് ചെയ്ത് വരാൻ പാടില്ല. 4 ഡിജിറ്റ്സും വേറെ വേറെ ഡിജിറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ 4 ഡിജിറ്റ് നമ്പർ മേക്ക് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബൈ യൂസിങ് എനി 1 ഡിജിറ്റ് ട്വൈസ് make the greatest and smallest 4 digit number. By using any 1 digit twice. ഏതെങ്കിലും ഒരു ഡിജിറ്റ് 2 പ്രാവശ്യം യൂസ് ചെയ്യാം. ട്വൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 പ്രാവശ്യം യൂസ് ചെയ്യാം. യൂസ് ചെയ്തുകൊണ്ട് എന്ത് വേണം? ഗ്രേറ്റസ്റ്റ് 4 ഡിജിറ്റ് നമ്പറും സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പറും എഴുതുക. എന്തിനാ ഒരു നമ്പർ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞത്? എന്തിനായിരിക്കും? നോക്കിക്കേ, എത്ര ഡിജിറ്റാ തന്നിട്ടുള്ളതെന്ന് നോക്കിക്കേ. 3 ഡിജിറ്റ് അല്ലേ? 3 ഡിജിറ്റ് തന്നിട്ട് നമുക്ക് എത്ര ഡിജിറ്റിനുള്ള നമ്പർ വേണം? 4 ഡിജിറ്റ് നമ്പർ വേണം. നമ്മൾ എങ്ങനെ മേക്ക് ചെയ്യും അല്ലേ? അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ഏതെങ്കിലും ഒരു ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്തോളാം പറഞ്ഞത്. 3 വേണമെങ്കിൽ 3 റിപ്പീറ്റ് ചെയ്യാം, 8 വേണമെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യാം, 7 വേണമെങ്കിൽ 7 റിപ്പീറ്റ് ചെയ്യാം. പക്ഷേ ഒരു കണ്ടീഷൻ, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നമ്പർ എന്തായിരിക്കണം? ഏറ്റവും സ്മോളസ്റ്റ് നമ്പറും ഏറ്റവും ഗ്രേറ്റസ്റ്റ് നമ്പറും ആയിരിക്കണം. നോക്കാമല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3, 8 and 7. 387 ഈ നമ്പർ യൂസ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ നമ്മൾ നോക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ 4 ഡിജിറ്റ് തന്നിട്ടിപ്പോൾ എന്ത് ചെയ്തു? 4 ഡിജിറ്റ് നമ്പർ മേക്ക് ചെയ്യാൻ എന്താ ചെയ്തത്? സ്മോളസ്റ്റ് നമ്പർ മേക്ക് ചെയ്യാൻ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ വീതം അറേഞ്ച് ചെയ്തില്ലേ? അതേപോലെ ഇവിടെയും എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന ഡിജിറ്റിൽ നിന്നും ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ വീതം അറേഞ്ച് ചെയ്യുക. ആദ്യം നോക്കിക്കേ, 387 വിച്ച് ഇസ് ദ സ്മോളസ്റ്റ്? 3 അല്ലേ? അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്തു? 3 അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ഇനി ഏറ്റവും ചെറുത് ഏതാണ്? 7. ഓക്കെ, 7 എടുക്കുന്നു. 7. ദെൻ ഇനി ആരാ വരുന്നത്? 3, 7. അടുത്ത് വരേണ്ടത് 8 ആണ് അല്ലേ? അപ്പോൾ 3ഉം 7ഉം 8ഉം ഞാൻ അറേഞ്ച് ചെയ്തു ഓർഡറിൽ. ഇനി ഇതിൽ ഏത് നമ്പർ റിപ്പീറ്റ് ചെയ്താൽ ഏറ്റവും ചെറിയ നമ്പർ കിട്ടും? നോക്കിക്കേ, 3 ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാം, 7 റിപ്പീറ്റ് ചെയ്യാം, 8 റിപ്പീറ്റ് ചെയ്യാം അല്ലേ? ഈ റിപ്പീറ്റ് ചെയ്യുന്ന ഡിജിറ്റ് എവിടെയാണ് എഴുതുന്നത്? അതിനൊരു ഈസി മെത്തേഡ് ഉണ്ട്.
ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ആണ് വേണ്ടതെങ്കിൽ ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ആരാണ്? 3 ആണല്ലോ. ആ 3 ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യേണ്ട ആൾ ആരാണ്? 3 അല്ലേ? അപ്പോൾ 3 എന്ത് ചെയ്യുക? ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്ത് ആ 3യുടെ അടുത്ത് തന്നെ എഴുതി വയ്ക്കുക. നോക്കിക്കേ, നമ്മുടെ നമ്പർ നോക്കിക്കേ, 3 3 7 8. ഇപ്പോൾ ഈ നമ്പറിനെ എങ്ങനെ വായിക്കാം നമുക്ക്? 3378. എത്ര ഡിജിറ്റുള്ള നമ്പറായി? 4 ഡിജിറ്റുള്ള നമ്പർ അല്ലേ? അപ്പോൾ നമ്മളെ സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? 3378. ഇനി എന്താ വേണ്ടത്? മേക്ക് ചെയ്യാൻ പറ്റുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ഗ്രേറ്റസ്റ്റ് നമ്പർ മേക്ക് ചെയ്തെടുക്കുക അല്ലേ? അപ്പോൾ അത് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? നമുക്ക് തന്നിരുന്ന നമ്പറിൽ 2 3 ഉണ്ടായിരുന്നോ? ഇല്ല അല്ലേ? ഈ ഡിജിറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ഡിജിറ്റ്സ് തന്നെ ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തേക്കുക. നോക്കിക്കേ, ഗ്രേറ്റസ്റ്റ് നമ്പർ ആണല്ലോ. അപ്പോൾ ഈ നമ്പറിൽ നിന്നും ഏറ്റവും ഗ്രേറ്റസ്റ്റ് നമ്പർ ചൂസ് ചെയ്യുക. ഏതാ ഇവിടെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഗ്രേറ്റസ്റ്റ് നമ്പർ? 8. അപ്പോൾ 8 ആദ്യം കൊണ്ടുവരുന്നു. പിന്നെ ആര് വരിക? 7 then 3. ഇനി എനിക്ക് എന്താ വേണ്ടത്? 3 റിപ്പീറ്റ് ചെയ്താൽ മതിയോ? പോരാ, എനിക്ക് ഉണ്ടാക്കേണ്ടത് ഏറ്റവും ഗ്രേറ്റസ്റ്റ് നമ്പർ ആണല്ലോ. അപ്പോൾ ഇതിൽ ഗ്രേറ്റസ്റ്റ് ആരാണ്? 8. അപ്പോൾ എന്ത് വേണം? 8 ആണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 8 റിപ്പീറ്റ് ചെയ്ത് എവിടെ തന്നെ വരണം? 8 എവിടെയാണോ കിടക്കുന്നത് അവിടെ തന്നെ കൊടുക്കുക. നോക്കിക്കേ, നമ്മുടെ നമ്പർ എത്രയായെന്ന്? 8873. അപ്പോൾ ഈ നമ്പറാണ് ഈ ഡിജിറ്റ്സ് വെച്ച് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഏറ്റവും ഗ്രേറ്റസ്റ്റ് നമ്പർ. 8873. 8873. 905. ഇത് വെച്ചിട്ടാണ് അടുത്ത ഗ്രേറ്റസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും ഉണ്ടാക്കേണ്ടത്. നോക്കാമല്ലോ. 9 0 and 5. എന്താ ചെയ്യേണ്ടത്? നേരത്തെ നമ്മൾ അറേഞ്ച് ചെയ്ത പോലെ നമുക്ക് എന്ത് ചെയ്യാം? അറേഞ്ച് ചെയ്യാം. സ്മോളസ്റ്റ് നമ്പറിൽ നിന്നും ഗ്രേറ്റസ്റ്റ് നമ്പറിലേക്ക് അറേഞ്ച് ചെയ്യാം അല്ലേ? അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു? ഏറ്റവും ചെറിയ നമ്പർ 0, then അത് കഴിഞ്ഞ് വരേണ്ടത് 5, അറ്റ് ലാസ്റ്റ് 9. ഓക്കെ, ഈ രീതിയിൽ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചു. ഇത് 3 ഡിജിറ്റ് നമ്പർ ആണോ 4 ഡിജിറ്റ് നമ്പർ ആണോ? നോക്കിക്കേ, ഇങ്ങനെ ഈ നമ്പർ 0 ഫസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഫോം ചെയ്തെടുത്താൽ അത് 3 ഡിജിറ്റ് നമ്പർ ആവുമോ 4 ഡിജിറ്റ് നമ്പർ ആവുമോ? ഇപ്പോൾ ഇത് തന്നെ നമുക്ക് നോക്കാമല്ലോ. 1 2 3 ഡിജിറ്റ് ഉണ്ട്. പക്ഷേ ഇത് 3 ഡിജിറ്റ് നമ്പർ ആണോ 2 ഡിജിറ്റ് നമ്പർ ആണോ? 0 വായിക്കില്ലല്ലോ. 59, ദാറ്റ് ഈസ് 2 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? 0യെ ഇൻ്റർചേഞ്ച് ചെയ്യണം അല്ലേ? 0 എടുത്ത് എവിടെ കൊടുക്കുക? ദേ ഇവിടെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ നമ്പർ എങ്ങനെ വന്നു? 509 എന്നുള്ള ഓർഡറിൽ എത്തി. ഏറ്റവും ചെറിയ നമ്പറാണ് നമുക്ക് എഴുതേണ്ടത്. ഇനി ഇതിൽ ഏത് നമ്പറാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്? ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ ആരാണ്? 0. 0 എവിടെ റിപ്പീറ്റ് ചെയ്ത് എഴുതണം? 0 ഇപ്പം എവിടെയാണ് കിടക്കുന്നത്? ഇത് ഇവിടെയല്ലേ കിടക്കുന്നത്? അവിടെ തന്നെ ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്പർ വായിക്കുന്നത്? നോക്കിക്കേ, നമ്മുടെ നമ്പർ ഇത് ഇങ്ങനെ വരും. കണ്ടോ? 5009 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? 5009. 5009 is the smallest number which can be made from the digits 9 0 and 5. ഇനി എന്താ വേണ്ടത്? നമുക്ക് ഗ്രേറ്റസ്റ്റ് നമ്പർ വേണം അല്ലേ? അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര 0 ഉണ്ടായിരുന്നുള്ളൂ? ഒരു 0 ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, നമ്മൾ ചെറിയ നമ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 0 കൂടെ അഡീഷണൽ എടുത്തതാണ് അല്ലേ? ഇനി നോക്കിക്കേ, ഇനി നമുക്ക് ഉണ്ടാക്കാവേണ്ടത് ഗ്രേറ്റസ്റ്റ് നമ്പറാണ്. തന്നിരുന്ന ഡിജിറ്റ്സ് ആരൊക്കെയായിരുന്നു? 9 0 5. ഇത് വെച്ചിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഗ്രേറ്റസ്റ്റ് നമ്പർ എങ്ങനെയാണ് ചെയ്യുക? ഇത് വെച്ചിട്ടുള്ള ഓർഡർ ഏതാണ്? 9 ഫസ്റ്റ് വരിക. ഗ്രേറ്റസ്റ്റ് വേണമല്ലോ. അപ്പോൾ ഏറ്റവും വലിയ ആൾക്കാരെ നമുക്ക് ആദ്യം കൊണ്ടുവരാം. 9, നെക്സ്റ്റ് നമ്പർ 5, പിന്നെ ആര് വരണം? 0. 9 5 0. ഇനി ഇത് ഗ്രേറ്റസ്റ്റ് ആകണമെങ്കിൽ ഏത് നമ്പർ വേണം റിപ്പീറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്? ഇതിൽ ഏറ്റവും വലിയ നമ്പർ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണം അല്ലേ? ആരാ ഏറ്റവും വലുത്? 9. 9 എവിടെ റിപ്പീറ്റ് ചെയ്യുക? 9 എവിടെയാണോ കിടക്കുന്നത് അവിടെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഒരിക്കൽ കൂടി എഴുതിക്കൊള്ളുക. ഓക്കെ, ദാറ്റ് ഈസ് നമ്മുടെ നമ്പർ ഇപ്പം എങ്ങനെ വരും? 9 9 5
0. എങ്ങനെയാണ് വായിക്കുന്നത്? 9950, 9950. This is our greatest number. ഓക്കെ, അപ്പോൾ ഈ 0യും 4, 9 യൂസ് ചെയ്തുകൊണ്ട് ഏറ്റവും ചെറിയ നമ്പറും ഏറ്റവും വലിയ നമ്പറും ഒന്ന് എഴുതി നോക്കിയാലോ? എങ്ങനെയാണ് ഓർഡർ? എങ്ങനെയാണ്? ഏറ്റവും ചെറുത് 0, 4, 9, അതേ ഓർഡറാണ് അല്ലേ? 0 ആദ്യം എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എവിടെ കൊടുക്കുക? 4 കഴിഞ്ഞ് 0 കൊടുത്ത് 9 എഴുതുക. ഇനി ആരെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നത്? ഏറ്റവും ചെറിയ ഡിജിറ്റായ 0യെ. 0യെ എവിടെ എഴുതണം? 0 കിടക്കുന്ന ഇവിടെ തന്നെ എഴുതുക. നമ്പർ എത്രയാണ്? 4009. ഗ്രേറ്റസ്റ്റ് നമ്പർ വേണമെങ്കിൽ ഇതിനെ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക അല്ലേ? 940. ഗ്രേറ്റസ്റ്റ് നമ്പർ വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി എഴുതണം. നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഡിജിറ്റ് ആരാണ്? 9. അപ്പോൾ നമ്മുടെ ഗ്രേറ്റസ്റ്റ് നമ്പർ എത്രയായി? 9940 ഈസ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ. ഓക്കെ, അപ്പോൾ 4 ഡിജിറ്റ് തന്നിരുന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ 4 ഡിജിറ്റിനെയും ഓർഡർലി അറേഞ്ച് ചെയ്യുക. അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാക്കിയെടുക്കാം? സ്മോളസ്റ്റ് നമ്പറും ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രേറ്റസ്റ്റ് നമ്പറും കിട്ടും അല്ലേ? ഇതിനിടയിൽ 0 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അസെൻഡിങ് ഓർഡറിൽ എഴുതി കഴിഞ്ഞിട്ട് 0യെ രണ്ടാമത്തെ പൊസിഷനിലോട്ട് മാറ്റിക്കൊള്ളുക. ഇനി 3 ഡിജിറ്റാണ് തരുന്നതെങ്കിൽ എങ്ങനെയാണ് 4 ഡിജിറ്റ് നമ്പർ മേക്ക് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുക. സ്മോളസ്റ്റ് നമ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്മോളസ്റ്റ് ഡിജിറ്റും ഗ്രേറ്റസ്റ്റ് നമ്പർ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രേറ്റസ്റ്റ് ഡിജിറ്റും എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വിഷയവുമായി കാണാം. താങ്ക് യു.